എന്നോട് പറയാതെ അവൻ പോയോ? എന്നാലും എന്നോട് പറഞ്ഞിട്ട് പോവായിരുന്നു. അല്ല, ഞാൻ നേരത്തെ തല്ലണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കൂലേ അവൻ എന്നോട് പറയാത്തത്. അവനെ നല്ല വേദനിച്ച് കാണും. എനിക്ക് എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്നേ? കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓ, ഞാൻ എന്താ ചെയ്യാ ഇപ്പൊ? അവനോട് പോയി സോറി പറഞ്ഞാലോ? ഓ, അവൻ ഓൾറെഡി പോയില്ലേ? ഇനി അവനെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പോവാം. ഓ ഗോഡ്, ഇവൻ ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോയോ? അവൻ അപ്പാർട്ട്മെന്റിൽ എന്തായാലും പോവില്ലേ? അച്ഛാ, ആ, എങ്ങോട്ടാ ഓടുന്നേ? വാ, വണ്ടി കയറി. അച്ഛനെന്താ ഇവിടെ? അതൊക്കെ ഞാൻ വഴിയെ പറയാം, നീ വാ. അച്ഛാ, എന്താ അച്ഛാ പെട്ടെന്ന് ഇങ്ങോട്ട്? ഒന്നുമില്ല, നിന്നെ കാണാൻ തോന്നി വന്നു. അങ്ങനെ എന്നെ കാണാൻ വരാറില്ലല്ലോ, ഇന്നെന്താ പ്രത്യേകിച്ച്? ഓ, ഇനി അതിന്റെ പേര് വഴക്കുണ്ടാക്കണ്ട. നിന്റെ അമ്മ പറഞ്ഞിട്ടാ, അവക്ക് ഏതോ സർപ്രൈസ് ഉണ്ട് അത്രേ. നിന്നെയും കൂട്ടിക്കൊണ്ട് പോവാൻ പറഞ്ഞു. സർപ്രൈസോ? അച്ഛൻ, ഞാൻ പിന്നെ വരാം. എനിക്ക് അതിനേക്കാൾ അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇനി നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ വണ്ടി കയറിയില്ലേ, ഇനി വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അച്ഛാ, ഇതെന്റെ ലൈഫിനെ എന്നെ ബാധിക്കുന്നതാ. അവളുടെ സർപ്രൈസ് നിന്റെ ലൈഫിനെ തന്നെ ബാധിക്കുന്നതാ. അച്ഛാ, എനിക്കിത് ഇമ്പോർട്ടന്റാ. എത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിലും നീ ഇപ്പൊ എന്റെ കൂടെ വന്നേ മതിയാക്കും. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? എടി സന, ആരെയും കണ്ടോ? ആരെയോ? ഇല്ലല്ലോ, അവള് വന്നില്ലാന്ന് തോന്നുന്നു. വരുന്നതേ ഉള്ളായിരിക്കും. ഓ, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുവാ? എന്താടാ കിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, പ്രശ്നമുണ്ട്. എന്താടാ, എന്താ പ്രശ്നം? അത് ആര് വരട്ടെ, എന്നിട്ട് പറയാം. ദേ ആര്യ വന്നു. എടി, എന്താടാ കിച്ചു, എന്താ പറ്റി? അത് തന്നെ ഞാൻ ഇപ്പം വന്നപ്പോഴേ ചോദിക്കുന്നത്. അവൻ നീ വരാൻ കാത്തു നിൽക്കുക. എന്താടാ? എടി, നിനക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ നീ എന്നോട് പറഞ്ഞത്? എന്താടാ? നീയല്ല എന്നോട് പറഞ്ഞത് വേദ സാറിന് ആരുനെ തന്നെയാ ഇഷ്ടമെന്ന്. അതെ. എന്ത്? വേദ സാറിന് ആരുനായിരുന്നു ഇഷ്ടം? എടി, അതല്ല ഇവിടുത്തെ വിഷയം. എന്താടാ ഇപ്പൊ അങ്ങനെ അല്ലാന്ന് പറയാൻ കാരണം? നീ എന്ത് ധൈര്യത്തിലാ എന്നോട് അങ്ങനെ പറഞ്ഞത്? ഞാൻ ആ ധൈര്യത്തിലല്ലേ ആ സാറിനോട് പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. എടാ, നീ എന്താ പറയുന്നേ? അങ്ങനെ അല്ലേ? അപ്പോ അല്ല, അങ്ങനെ അല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എടി, നിന്നോട് എപ്പോഴെങ്കിലും സാർ പറഞ്ഞിട്ടുണ്ടോ സാറിന് ആരുനെയാണ് ഇഷ്ടമെന്ന്? അത് അങ്ങനെ പറഞ്ഞില്ല. പിന്നെ നീ എന്ത് ധൈര്യത്തിലാണ് എന്നോട് കൺഫേം ചെയ്ത് പറഞ്ഞത്? എടാ, നിനക്കും അങ്ങനെ തോന്നിയില്ലേ? എന്റെ മാത്രം കുറ്റമല്ലല്ലോ. എടി, ഞാൻ എല്ലാ ഡോട്ട്സും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയതാ, അല്ലാണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല. എടാ, ഞാൻ പറഞ്ഞില്ലായിരുന്നു നിന്നോട്? ഞാൻ അന്ന് സാറിന്റെ വീട്ടിൽ പോയപ്പോ സാറാ എന്നോട് പറഞ്ഞത് എന്റെ ബോയ് ഫ്രണ്ട് എന്റെ കൂടെ താമസിക്കുന്നതെന്ന്. ഞാൻ ആരുനെ കണ്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്, സാറ് ആരുനെയാണ് പറയുന്നതെന്ന്. അങ്ങനല്ലേ അപ്പോ? എടി പൊട്ടി, നീ സാറിന്റെ കസിനാന്ന് ആരോട് സാർ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ എല്ലാം അങ്ങനെയാന്ന് വിചാരിച്ചിട്ട് ആരുന് വെറുതെ പ്രതീക്ഷ കൊടുത്ത പോലെ ആയി. എടാ, അതിനിപ്പോ എന്താ സംഭവിച്ചേ? സാർ അല്ലാന്ന് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞു നിന്നോട്? സാർ പറഞ്ഞില്ല, ഞാൻ വെറുതെ സാറിനോട് പോയി പറഞ്ഞു. അന്ന് സാർ ഒന്നും പറഞ്ഞില്ല. എന്റെ തോന്നലുകളാ ഞാൻ സാറിനോട് പറഞ്ഞത്. പക്ഷെ സാർ അതൊന്നും കൺഫേം ആണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് പൊട്ടനാ, ആരുന് വെറുതെ പ്രതീക്ഷ കൊടുത്ത പോലെ ആയി. എടാ കിച്ചു, നീ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതിൽ കാരണമുണ്ടോ? ഉണ്ട്. എന്താടാ, എന്താ പറ്റി? ഗൈസ്, നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വേദ സാറിന് ആരുനായിരുന്നു ഇഷ്ടം? ആരുന് സാറിനെ ആയിരുന്നു ഇഷ്ടം? എടി, ആരുന് സാറിനെ ഇഷ്ടം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ സാറിന് ആരെയാ ഇഷ്ടമെന്ന് സാർ ആരോടും പറഞ്ഞിട്ടില്ല. കൂടാതെ ഞങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചു സാറിന് ആരുനെ തന്നെയാ ഇഷ്ടമെന്ന്. അപ്പോ സാറിന് ആരുനല്ലല്ലേ ഇഷ്ടം?
സാറിന് ആരെ ഇഷ്ടമെന്ന് നമുക്ക് അറിയത്തില്ല. എടാ കിച്ചു, നീ എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നതെന്ന് പറ. എടീ, ആകാശ് സാർ ഉണ്ടല്ലോ, സാറിന്റെ വൈഫാ എന്റെ ചേച്ചി. കഴിഞ്ഞ ദിവസം ചേച്ചി വിളിച്ചപ്പോ എന്നോട് പറയുവാ വേദ സാറിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചത് എല്ലാം തെറ്റാന്ന് എനിക്ക് തോന്നി. ഇതറിഞ്ഞ ആരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്താ നീ പറയുന്നേ? സാറിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞോ? അപ്പൊ സാർ എന്ന് പറഞ്ഞത് ശരിയായിരുന്നു അല്ലേ? സാറ് നിന്നോട് എന്ത് പറഞ്ഞു? അത് പിന്നെ ഞാൻ സാറിനോട് എനിക്ക് സാറിന് ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ അപ്പൊ തന്നെ റിജക്ട് ചെയ്തതാ. എന്നിട്ട് സാറിന്റെ മനസ്സിൽ വേറെ ആരുണ്ടെന്നോ വെറുതെ പിറകെ നടന്ന് സമയം കളയണ്ടെന്നും പറഞ്ഞു. എടാ കിച്ചു, ഇപ്പൊ എന്താ ചെയ്യാ? ആരു അവനോട് എങ്ങനെയാ പറയാ? എനിക്കൊരു എത്തും പിടികിട്ടുന്നില്ലടേ. അവൻ എങ്ങനെ എടുക്കും? കഴിഞ്ഞ ശനിയും ഞായറും അവൻ എന്നെ കോൾ ചെയ്തിട്ട് പോലുമില്ല. ഇന്ന് കോളേജിൽ വരുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അന്ന് അവൻ വിഷമിച്ചിട്ടാ പോയത് വീട്ടിലേക്ക്. എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഒന്നും അറിയത്തില്ല. എടാ കിച്ചു, എനിക്ക് തെറ്റുപറ്റിയിടാ, എന്നോട് ക്ഷമിക്ക്. എടി, എന്നോട് ക്ഷമ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ആരുനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലടി. ഇവിടെ ഞാനും കാരണം അവന്റെ വിഷമത്തിന്. ഞാൻ വെറുതെ അവനിൽ ഒരു പ്രതീക്ഷ കൊടുത്തോണ്ടല്ലേ അവൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. എടാ, സാറിനോട് ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞപ്പോ സാർ പല രീതിയിൽ എന്നെ പറഞ്ഞു മനസ്സിലാക്കി. എനിക്കിപ്പോ മനസ്സിലായി സാറിന്റെ മനസ്സിൽ വേറെ ഒരാളുണ്ടായിരുന്നു, അയാളെ മാത്രമേ സാറ് സ്നേഹിക്കുന്നു എന്നും പറഞ്ഞ് ഞാനിപ്പോ സാറിന്റെ പിറകൊന്നും പോകുന്നില്ലല്ലോ. അതുപോലെ തന്നെ ആരോ മനസ്സിലാക്കും. അവനും മനസ്സിലാക്കേണ്ട പ്രായം തന്നെയല്ലേ. ഈ കാലത്ത് കുറെ പേർക്കുണ്ട് ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞ് അവരെ തന്നെ ഓർത്ത് നിൽക്കാൻ പറ്റുമോ? മൂവ് ഓൺ ചെയ്യണം. നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ലടി. അവൻ എത്രത്തോളം സാറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എടി ആര്യ, എനിക്ക് അറിയുന്നില്ലടി ഞാൻ എങ്ങനെ അവനെ സമാധാനിപ്പിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എന്താ ആരുടെ മുഖത്ത് ഒരു തെളിച്ചില്ലാതെ? എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക്? കൃഷ്ണ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഒന്നുമില്ല സർ. നിന്റെ മാത്രമല്ല, ക്ലാസ് മൊത്തം ഒരു മൂഡ് ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറ്റി? ആരെങ്കിലും ഒന്ന് പറയാവോ? സുബിനെ, എന്താ പറ്റി? സർ, സാറിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് കേട്ടു. സത്യമാണോ സർ? ഓ, ആ കാര്യം ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ കാതിലെത്തി? യാ, ദാറ്റ്സ് ട്രൂ. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശനിയാഴ്ച നടന്നു. എന്നിട്ട് സാർ എന്താ നമ്മളെ ഒന്നും വിളിക്കാത്തെ? അത് പിന്നെ വിളിക്കാൻ പറ്റിയൊരവസ്ഥയല്ലായിരുന്നു. അപ്പൊ ശരിക്കും സാർ ആരുണ്ടല്ലേ സ്നേഹിച്ചത്? സർ, ആരാ സർ സാറിന്റെ പാർട്ട്ണർ? ദാറ്റ്സ് സംവാട്ട് പേഴ്സണൽ. എനിക്ക് നിങ്ങളോട് ആരോടും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. സർ, അപ്പോ ആരോ നത്തിങ്. ഞാൻ കോളേജിൽ കുറച്ച് റൂമേഴ്സ് കേട്ടിട്ടുണ്ട്. ഞാനും ആരും തമ്മിൽ ഇവിടെ നമ്മൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ബന്ധമല്ലാതെ വേറൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അത് എനിക്കും അവനും നന്നായിട്ട് അറിയാം. എടി, ആ പറഞ്ഞതിന് അർത്ഥം എന്താ? സാറിന് ആരും ഇഷ്ടമല്ലെന്നല്ലേ? സന, എനിക്കറിയത്തില്ല. അതങ്ങനെ തന്നെയാ. അവൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് നടന്നില്ലായിരുന്നു അവന്റെയാണ് സാറെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? എടി, നിനക്കെന്താടി? എനിക്കൊന്നുമില്ല. എനിക്ക് കിട്ടാത്തത് അവനും കിട്ടിയില്ല, അത്ര തന്നെ. നിനക്ക് ആരിനോടുള്ള അസൂയ മാറിയിട്ടില്ലേടി? അസൂയൊന്നുമല്ല. എനിക്ക് എന്നോട് സാറ് ഓക്കെ പറഞ്ഞില്ലല്ലോ, പിന്നെ അവനോട് എന്തിനു പറയണം? എനിക്കറിയാൻ പാടില്ല. സോ ക്ലാസ്, നമുക്ക് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഓക്കെ, നമ്മൾ എവിടെയാ നിർത്തിയത്? ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, സോ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എന്താണെന്ന് അറിയാൻ നമുക്ക് ആദ്യം ലിമിറ്റ് എന്താണെന്ന് അറിയണം. സോ ലെറ്റ്സ് ഡിഫൈൻ വാട്ട് ഈസ് ലിമിറ്റ്. ഓക്കെ, മേ ഐ കം ഇൻ സർ?
ആരോ ആരോ യു ആർ ലേറ്റ്. Can I know why? സർ, എഴുന്നേക്കുമ്പോ വൈകിപ്പോയി. രാത്രി എന്തായിരുന്നു പണി? രാത്രി ചില കാരണം കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. രാവിലെയാ ഉറങ്ങി. ഓക്കെ, കം. സാർ ദേഷ്യപ്പെട്ടില്ല. ആരോ ആരോ നീ ഓക്കെ ആണോ? നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ. എന്താടാ? എന്നിട്ട് എന്താടാ 2 ദിവസം എന്റെ കോളൊന്നും എടുക്കാത്തെ? എടാ, കോൾ എടുക്കാനൊന്നും പറ്റിയില്ല. എടാ, അന്ന് സംഭവിച്ചതൊക്കെ നീ മറന്നില്ലേ? ആടാ, ഞാൻ വിട്ടു. നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരം കഴിഞ്ഞെങ്കിൽ ഞാൻ ഒന്ന് ക്ലാസ് എടുത്തോട്ടെ? അതോ കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോവാം. ഇയാൾക്കൊരു മനസാക്ഷിയില്ലല്ലോ. എടാ കിച്ചു, നിനക്കിപ്പോ ക്ലാസ് കട്ട് ചെയ്യണോ? അതെന്തിനാടാ? ഇയാളുടെ ക്ലാസ്സിലിരിക്കാൻ വല്ല മൂടും ഉണ്ടോന്ന് എനിക്ക് ഒട്ടുമില്ല ഇപ്പോ. എന്നാ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. എടാ, നീ എന്തിനാ അയാളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? നീ ശ്രദ്ധിച്ചു? സാർ എന്നെ നോക്കുന്നു പോലുമില്ല. അയാളുടെ മൈൻഡൊക്കെ വേറെ എവിടെയാ. എടാ, സാർ ക്ലാസ് എടുക്കുമല്ലേ എന്നും പറഞ്ഞ് എന്നെ ഒന്ന് നോക്കിയാലെന്താ? ആരോ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടോ നീ ഇപ്പോഴും സാറിന്റെ മനസ്സിൽ തന്നെ വെക്കുവാണോ? പിന്നെ നീ എന്താ വിചാരിച്ചേ? അയാളുടെ കയ്യിൽ നിന്ന് ഒരു തല്ല് കിട്ടിയ ഞാൻ അയാളെ മറക്കുന്നു? എടാ, അങ്ങനെയല്ല, വേറൊരു കാര്യമുണ്ട്. എന്തുണ്ടേലും ഇയാൾ എനിക്കുള്ളതാ. ആരോ അതല്ല. എടാ കിച്ചു, നീ ശ്രദ്ധിച്ചോ? സാറിന് ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി തരാം. എടാ ആരോ, ഒരു തല്ല കിട്ടിയപ്പോ നിനക്ക് മൊത്തത്തെ വട്ടായോ? ഇയാൾക്ക് എന്നെ മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? കാണിച്ചു തരാം. അയ്യോ. ആരോ, എന്താ പറ്റി? എടാ പറ്റി, ഒന്നും മിണ്ടാണ്ട് നിക്കടാ, ഞാനൊന്ന് ആക്ട് ചെയ്തോട്ടെ. അയ്യോ, എനിക്ക് വയ്യേ. ആരോ, എന്താ പറ്റിയത് നിനക്ക്? അങ്ങനെ പൊളിക്കുമോ എന്റെ സാറേ? ആരോ, താൻ ഓക്കെ അല്ലേ? എന്താ പറ്റിയേ? അയ്യോ സാറേ, എന്നെ കൊണ്ട് വയ്യേ, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലേ. എന്താണ്? അയ്യോ സാറേ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലേ, എനിക്ക് ഇരിക്കാൻ വയ്യ, എനിക്ക് നല്ല ബാക്ക് പെയിൻ വരുന്നുണ്ട്. എന്നെ ഒന്ന് നഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോ സാർ. ഓക്കെ, ഞാൻ കൊണ്ടുപോവാ. നീ ഇങ്ങനെ കരയല്ലേ. എടാ കിച്ചു, ഞാൻ പോയിട്ട് വരാവേ. അല്ല, ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായി? അവനെന്തിനാ അങ്ങനെ ആക്ട് ചെയ്തേ? സാറിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ടോ? എന്റെ പൊന്നോ, ഇവന്റെ അഭിനയം സമ്മതിച്ചിരിക്കുന്നു. ആവോ, അവന് ക്ലാസ്സിലിരിക്കാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. സാറിനെ പുറത്താക്കാൻ വേണ്ടിട്ട് അവൻ ആക്ട് ചെയ്തതാ. ഞാൻ എങ്ങനെ പറയാനടി? ആ പൊട്ടിന് തല്ല് കിട്ടിയ ശേഷം എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പറയുന്നത് മൊത്തം വട്ടത്തരോ. അവന് സാറിനെ വിടാൻ ഒരു ഉദ്ദേശവും ഇല്ല. എടാ, എന്നും പറഞ്ഞിട്ട് സാർ ഇപ്പൊ എൻഗേജ്ഡാ. എത്രയും പെട്ടെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ അവൻ കൂടുതൽ വിഷമിക്കും. എടേ, അവൻ എത്രത്തോളം ഇഷ്ടമെന്ന് നിനക്ക് കാണുന്നില്ലേ? ഞാൻ എന്താ പറയാ അവനോട്? ആരോ,
താനിപ്പോ ഓക്കെ അല്ലേ? അല്ല, ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, സാറിന്റെ കൂടെ ഇങ്ങനെ ഇരുന്നാ മതി. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിന്നോട് ആരാ വരാൻ പറഞ്ഞത്? എനിക്ക് അവിടെ ബോറടിച്ചു, അതുകൊണ്ട് വന്നതാ. എടാ, ഞാൻ നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ. ഞാനെന്തിനു സാറ് പറയുന്നത് കേൾക്കണം? നിനക്ക് കേട്ടാൽ എന്താ? എന്തിന്? ഇവിടെ ഞാനും സാറും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ സാറ് നേരത്തെ പറഞ്ഞത്? ഓ, അപ്പൊ നീ അത് കേട്ടോ? ആ, ആരും കേൾക്കും അതിലെ പോകുമ്പോ. ഓക്കെ, എന്തോ ഓക്കെ? സാറും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്ത് ബന്ധം? ഇവിടെ ഞാൻ പ്രൊഫസർ, നീ സ്റ്റുഡന്റ്. ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സാർ അങ്ങനെയാണോ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നേ? കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ അല്ലായിരിക്കും, പക്ഷെ ഇനി മുതൽ അങ്ങനെ ആയിരിക്കും. ഓ, അങ്ങനെയാണല്ലേ? എന്നാ ഞാനും ചില തീരുമാനങ്ങൾ എടുക്കും. ഇവിടെയും അങ്ങ് വീട്ടിലും. അത് സാറിന് ഓക്കെ ആണോ? എന്റെ പൊന്നെ, നിന്റെ അടുത്ത് തർക്കിക്കാൻ ഞാനില്ല. എന്താന്ന് വെച്ച ചെയ്തു. എന്നാ സാറ് കുറച്ച് കഷ്ടപ്പെടും. നീ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല? ഓ, ഇവൻ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും. എന്തിനു വേണ്ടിട്ടാ ഇങ്ങനെ ചെയ്യുന്നേ? സാർ പറഞ്ഞത് പിൻവലിക്ക്. ഞാനും സാറും തമ്മിൽ ഇവിടെ ഒരു ബന്ധവുമില്ല. ഓക്കെ, സമ്മതിച്ചു. ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ട്. മതിയോ? മതി, ഞാൻ ക്ലാസ്സിൽ പോകുന്നു. അല്ല, ഇവിടെ തന്നെ ഇരിക്കാം. പിന്നെ ക്ലാസ് ആര് കേൾക്കും? സാറ് കേൾക്കൂ? ഓ, അതിന് ദേഷ്യപ്പെടില്ലേ? ഞാൻ ജസ്റ്റ് ചോദിച്ചതല്ലേ. ആ ശരി, പൊക്കോ. പക്ഷെ നിന്റെ പെയിൻ പോയോ? ദാറ്റ് വാസ് ജസ്റ്റ് an ആക്ടിങ്. ആക്ടിങ്? എന്തിന്? ഞാൻ വന്നപ്പോ തൊട്ട് സാർ എന്നെ മൈൻഡ് ചെയ്യാത്തതിന്. പിന്നെ കിച്ചു പറഞ്ഞു സാറിന്റെ ക്ലാസ് ബോറടിക്കുന്നു. എന്താണ്? എന്റെ ക്ലാസ് ബോറടിച്ചെന്നോ? ആർക്ക്? കിച്ചുനോ? ഓ, അത് അതുകൊണ്ടൊന്നല്ല. അവൻ വേറെന്തോ വിചാരിച്ചിരിക്കുവായിരുന്നു. എന്താന്ന് പോയിട്ട് അറിയണം. ഓ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ക്ലാസ്സിലൊരു അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു. എന്താ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ക്ലാസ്സിൽ ചെന്നാ ചിലപ്പോ നിനക്കത് അറിയാൻ പറ്റും. ഓ, എന്നാ ഞാൻ ക്ലാസ്സിൽ പോവാം. ബൈ. പിന്നെ എന്റെ ദേഷ്യമൊന്നും മാറിയിട്ടില്ല. എന്റെ സ്നേഹം കൈക്കലാക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചോ? എന്റെ പൊന്നെ, ഇവൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനോ? എല്ലാം അവനോട് തുറന്നു പറഞ്ഞതല്ലേ. എന്റെ സ്നേഹം കണ്ടിട്ട് അവന് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ?
ദേ ആരോ വന്നു. ആരോ, നീ ഓക്കെ അല്ലേ? സാർ എന്തേലും പറഞ്ഞോ? ഒന്നുമില്ല. നിനക്ക് ശരിക്കും ബാക്ക് പെയിൻ ഉണ്ടോ? ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അല്ല, നീ എന്താ ലേറ്റ് ആയത് രാവിലെ വരുമ്പോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുന്നേക്കുമ്പോ ലേറ്റ് ആയി. അല്ല, നീ പറഞ്ഞല്ലോ ഉറങ്ങാൻ പറ്റിയില്ലാന്ന്. എന്താ പറ്റിയേ? സാറ് ചെയ്തത് ഓർത്തിട്ടാണോ നിനക്ക് ഉറക്കാൻ വരാത്തത്? അത് പിന്നെ അന്ന് സാർ ചെയ്തത് ഓർത്തിട്ടല്ല. പിന്നെ ഇന്നലെ സാർ ചെയ്തതാ. എന്താണ് ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ല. എടാ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വിഷമിക്കല്ലേ, ആദ്യം തന്നെ പറയാം. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, അത് നിന്നോട് എങ്ങനെയാ പറയാന്നറിയത്തില്ല. സാറ്, എടാ ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങളൊന്നും മനഃപൂർവ്വമല്ല. നിനക്ക് ഞങ്ങള് കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഞങ്ങൾ വെറുതെ പ്രതീക്ഷ തന്നോണ്ടല്ലേ. സാറിന് നിന്നെ ഇഷ്ടമെന്ന് ഞാനല്ലേ നിന്നോട് പറഞ്ഞത്. ഐ എം റിയലി സോറിടാ. സാറിന് നിന്നെ അല്ല ഇഷ്ടമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താടാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറിന് വേറെ ആരെങ്കിലും ഇഷ്ടമെന്ന് നിനക്കറിയാവോ? എടാ ആരോ, ആക്ച്വലി ഈ തെറ്റുകാരൻ ഉണ്ടാവാൻ കാരണം ഇവള് പറഞ്ഞതുകൊണ്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നെ മാറ്റി നിർത്തിയിട്ട് ഇവളോട് സംസാരിക്കാൻ പോയില്ലേ, അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞതാ ആരുനെയാണ് സാറിന് ഇഷ്ടമെന്ന്. സാറിന് നിന്നോടുള്ള അടുപ്പം കണ്ടിട്ട് എനിക്കും അങ്ങനെ തോന്നി. അതുകൊണ്ടാ ഞാൻ നിന്നോട് സാറിന് നിന്നെ തന്നെ ആയിരിക്കും ഇഷ്ടമെന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലായിരുന്നോ നീ സാറിനോട് അങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യാൻ പോയത്? എന്നാ ആരോ, സാർ ഒരിക്കലും അവളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവളത് ഊഹിച്ചതാ. ഞാനും സാറിന്റെ പ്രവൃത്തി കണ്ട് ഊഹിച്ചു പോയതാ. അതുകൊണ്ടാ നിനക്ക് പ്രതീക്ഷ നൽകിയത്. എന്നാ ഇന്ന് രാവിലെ ചേച്ചി വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു സാറിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന്, സാറ്റർഡേ. എടാ, സാറ് വേറെ ആരെയോ സ്നേഹിക്കുന്നത്. ഇതാർന്നോ കാര്യം? ആരോ, നീ എന്താടാ ഞെട്ടാത്തെ? സാറിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞുന്ന്. അതിന് ഞാനെന്തിനാ ഞെട്ടുന്നേ? എടാ, ഞാൻ വേദ സാറിനെ കുറിച്ചാ പറയുന്നേ. നിന്റെ സാറ്, നിന്റെ ലവ്. അതിന് എടാ ചെറുക്ക, നീ സ്നേഹിക്കുന്ന ആളെ കുറിച്ചാ കിച്ചു പറയുന്നത്. നീ എന്താ ഒരു ഞെട്ടലില്ലാണ്ട് നിൽക്കുന്നേ? നിന്നെ കാണുമ്പോ നിനക്കതൊന്നും ബാധകയല്ലാന്ന് തോന്നുന്നു. നീ ശരിക്കും മൂവ് ഓൺ ചെയ്തോടാ. ഫസ്റ്റ് ഓഫ് ഓൾ, സാറിനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സെക്കൻഡ്, സാറിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിൽ ഞാൻ ഞെട്ടേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് അത് ആരാന്ന് പോലും അറിയത്തില്ലല്ലോ. ഓക്കെ, സമ്മതിച്ചു, ഞങ്ങൾക്ക് അറിയത്തില്ല. നിനക്കറിയോ? ഇല്ലല്ലോ. എന്ന് വെച്ച് സാറിന് ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ. ഇനി നിന്നെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് നിർത്ത്, ഞാൻ ഒന്ന് പറയട്ടെ. സാർ എൻഗേജ് ആയത് ആരുമായിട്ടാന്ന് അറിയോ? നിനക്കറിയോ? അറിയാം, ബിക്കോസ് അത് ഞാനാ. നീ എന്താടാ തമാശ പറയുവാണോ? ഇങ്ങനെ ഒരു കാര്യത്തിൽ ആരെങ്കിലും തമാശ പറയൂടാ? എന്റെ കിച്ചു ഒന്ന് വിശ്വസിക്ക, ഞാൻ സത്യം പറഞ്ഞത്. സാറിന്റെ എന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞ സാറ്റർഡേ കഴിഞ്ഞു. എടാ പട്ടി, ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവും. ആരും പ്രാങ്ക് ചെയ്യുന്നത് നിർത്ത്, സത്യം പറയടാ. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. സാറിന്റെയും എന്റെയും ആണ് കഴിഞ്ഞത്. എടാ, എങ്ങനെ വിശ്വസിക്കാനാ? എന്റെ കിച്ചു, നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമാവുന്നില്ല. ഓക്കെ, ഞാൻ തെളിവ് കാണിച്ചാ പോരെ. എന്റെ കൈ വിരൽ നോക്ക്, എൻഗേജ്മെന്റ് റിംഗാ. ആരോ, നീ സത്യമാണോട് പറയുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും. ഇനി നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാണ്ടിരിക്കോ എന്ത് വേണമെന്ന് ചെയ്തോ. ഓക്കെ ഓക്കെ ഓക്കെ, നീ കൂളാവ്. ഞാൻ വിശ്വസിച്ചു, മതിയോ? എന്തായാലും എങ്ങനെ?
എടാ എന്താ സംഭവിച്ചതെന്ന് പറ. ഇവിടെ ആ സംഭവം കഴിഞ്ഞ ശേഷം നീ വീട്ടിൽ പോയതാ. പിന്നെ ഫ്രൈഡേ കോളേജിൽ വന്നില്ല. സാറ്റർഡേ സൺഡേ 2 ദിവസം നീ കോൾ ചെയ്ത് മടുത്തു. നീ ഫോണ് പോലും എടുത്തില്ല. അതൊക്കെ പോട്ടെ, ഈ എൻഗേജ്മെന്റിന്റെ കാര്യം എന്നോടെങ്കിലും പറയാറുന്നില്ലേ? എന്തുകൊണ്ടാ എന്നോട് പോലും പറയാത്തത്? കിച്ചു, ഐ എം സോറി. ഒന്നും പ്രതീക്ഷിക്കാതെ നടന്നതാ. എന്താടാ? ആക്ച്വലി ഞങ്ങളുടെ എൻഗേജ്മെന്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ച് പറയാവോ? അത് പിന്നെ അന്ന് ഞാൻ വീട്ടിൽ പോയില്ലേ. എന്റെ മോൻ വന്നു എന്ന് തോന്നുന്നേ. അമ്മ, മോനെ ആരോ. എത്ര ആയി എന്റെ മോനെ നിന്നെ കണ്ടിട്ട്. ഒന്ന് വീട്ടിൽ വരാൻ പോലും സമയമില്ലാണ്ടായല്ലോ. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. വാ, എന്തേലും കഴിക്കാം. അമ്മ, എനിക്കൊട്ടും വിശപ്പില്ല. നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഒന്ന് ഫ്രഷ് ആയി വരട്ടെ. എന്നാ മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മ എന്തേലും കഴിക്കാൻ എടുത്തു വെക്കാം. വേഗം പോയിട്ട് വാ. മോൻ വന്നോടി? അമ്മ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫ്രഷ് ആയി കയറിയതേ ഉള്ളൂ. ഓ, അവരോട് നീ പറഞ്ഞാർന്നു? ഇല്ല, അവനോട് പറയണം. പിന്നെ അവനെന്തോ പറ്റിയിട്ടുണ്ട്. എന്തു പറ്റിയെന്ന്? അതൊന്നും എനിക്ക് അറിയത്തില്ല. അവന്റെ മുഖം വാടിയിട്ടുണ്ട്. കരഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാൻ പറ്റുമോ? നിനക്ക് തോന്നുന്നുണ്ടോ അവൻ എന്നോട് പറയുമെന്ന്? അതെനിക്കറിയത്തില്ല. എന്നോട് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളോട് എന്തായാലും പറയും. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുന്നേ. ആ ശരി, ഞാൻ നോക്കട്ടെ. അവൻ പറയുന്നുണ്ടെങ്കിൽ പറയും. ഞാൻ ഏതായാലും നിർബന്ധിക്കാൻ പോകത്തില്ല. ഓ, ആയിക്കോട്ടെ. പിന്നെ ഇത് കുറച്ച് സ്ട്രോബെറീസാ. ഫ്രിഡ്ജിൽ വെച്ചോ, അവനിഷ്ടമല്ലേ? എന്റെ ഏട്ടാ, നിങ്ങക്ക് അവന്റെ മുന്നിൽ കൂടി ഇത്തിരി സ്നേഹം കാണിച്ചു നടക്കാം. എന്തിനാ വെറുതെ ഇങ്ങനെ മനസ്സിൽ പൂട്ടി വെക്കുന്നേ? അവന്റെ മുമ്പിൽ വലിയ ആളെ പോലെയാ നിൽക്കുന്നേ. മനസ്സിലുള്ള സ്നേഹം പുറത്ത് കാണിച്ചാലേ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ മനസ്സിൽ വെച്ച് നടന്നോ? മോൻ വിചാരിക്കും നീക്ക് അവനോട് ഒട്ടും സ്നേഹമില്ലാന്ന്. അവൻ എന്റെ മോനല്ലേ, അവൻ എന്നെ മനസ്സിലാവും. അതുകൊണ്ട് നീ എന്നോട് കൂടുതൽ തർക്കിക്കണമെന്നില്ല. പോയി എന്തെങ്കിലും കഴിക്കാൻ എടുക്കും. ഓ, അല്ലേലും ഞാൻ നിങ്ങളോട് ഒന്നും പറയുന്നില്ല. മതിയോ? ഓ ആയിക്കോട്ടെ. എന്നാലേ നീ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്ക്. ചെറുക്കൻ ഇപ്പൊ വരും. മോനെ, നീ എങ്ങനെയാ വന്നത്? പപ്പ, ഞാൻ ബസ്സിലാ വന്നേ. ഓ, നേരത്തെ വന്നല്ലോ. എന്ത് ക്ലാസ്സിലായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് വേഗം വന്നതാ. ആ, അല്ല, ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ല അപ്പ. നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ടിരിക്ക? ചോദിക്കേ. എടി ചോദിക്കാം, അവൻ കഴിക്കുമല്ലേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടെന്ന് അവൻ ഇപ്പൊ എഴുന്നേറ്റ് പോവും. ഒന്ന് ചോദിക്കേ. ഓ ശരി ശരി. എന്താ അമ്മ, എന്താ അപ്പ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? എന്തേലും ചോദിക്കാനുണ്ടോ? അത് പിന്നെ ആരോ, മോനെന്തേലും പ്രശ്നമുണ്ടോ? അതെന്താ അപ്പ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, മോനെ വന്നപ്പോ തൊട്ട് അമ്മ ശ്രദ്ധിക്കുക. അമ്മ പറഞ്ഞു മോനെന്തോ പ്രശ്നമുണ്ടെന്ന്. ആകെ വല്ലാണ്ടിരിക്കുന്നുണ്ട്. എന്തേലും വിഷമമുണ്ടെങ്കിൽ പപ്പയോട് പറ, പപ്പ തീർത്തു തരാം. അങ്ങനെയൊന്നുമില്ല അപ്പ. അത് വന്നതിന്റെ ക്ഷീണോ, അല്ലാണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അല്ല, നീ കള്ളം പറയോ? ഇല്ല അമ്മ, എനിക്ക് ഒരു കുഴപ്പമില്ല. സത്യം. കേട്ടില്ലേ അവൻ പറഞ്ഞത്? നീ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട. അവന് ക്ഷീണം കാരണോ? ദേ മനുഷ്യ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളെക്കാൾ കൂടുതൽ അവനെ എനിക്ക് അറിയാം. അതുകൊണ്ട് പറയുവോ അവൻ കള്ളം പറയുവോ? നിനക്ക് പറയാൻ തോന്നിയാ പറഞ്ഞാ മതി. ഞാൻ ആരെയും നിർബന്ധിക്കാനില്ല. ഓ, ഇവിടത്തെ ദേഷ്യപ്പെട്ട് പോന്നു.
നീ അത് കാര്യമാക്കണ്ട. അവള് പിന്നെ വന്ന് നിന്നോട് സംസാരിക്കും. നീ കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. എനിക്കറിയാം മോന്റെ മനസ്സിലിപ്പോ എന്തോ ഉണ്ട്. എന്നോട് പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാ മതി. പപ്പ സോൾവ് ചെയ്തു തരാം. ഇല്ല അപ്പ, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കോളേജിൽ നിന്ന് ചെറിയൊരു സംഭവം ഉണ്ടായി. ഒരു സീനിയർ ആയിട്ട് എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതാ. എന്നിട്ട് എന്താ, ഒരു പ്രൊഫസർ വന്ന് രക്ഷിച്ചു. അവന് നല്ലോണം അടി കിട്ടി. എന്നാ ആ പ്രൊഫസർ എന്നെ തല്ലി. പ്രൊഫസർ എന്തിനാ നിന്നെ തല്ലിയത്? അത് പിന്നെ അപ്പ എന്റെ തെറ്റായിരുന്നു. ഞാൻ പ്രൊഫസറിനെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോയതാ. ഓ എന്റെ മോനെ, നീ ഇതുവരെ നിർത്തിയില്ലേ ആ പ്രാങ്കിങ് പരിപാടി? വെറുതെ അടി ചോദിച്ചു വാങ്ങുവാണോ? പപ്പ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ തെറ്റായിരുന്നു. ആ പോട്ടെ, നിനക്ക് വേദനിച്ചോ? ഇല്ല അപ്പ, വേദനിച്ചു അപ്പൊ മാത്രം, ഇപ്പൊ ഇല്ല. പക്ഷെ ശരിക്കും വേദനിച്ചത് ആ പ്രൊഫസർ തല്ലിയതുകൊണ്ടാ. അതെന്താ, ആ പ്രൊഫസറിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? അത് പിന്നെ പപ്പ, എന്റെ ഫേവറേറ്റ് പ്രൊഫസർ ആയിരുന്നു. ഓ, അല്ലാണ്ട് വേറൊന്നുമില്ലല്ലോ? ഞാൻ വെറുതെ ചോദിച്ചതാ. നീ കഴിക്ക്. മോൻ ഇപ്പോഴും അത് ഓർത്ത് വിഷമാണോ? പപ്പ പോയിട്ട് പ്രൊഫസറിനെ തല്ലണോ? അയ്യോ വേണ്ട, പ്രൊഫസർ ഒന്നും ചെയ്തില്ല. എന്റെ തെറ്റായിരുന്നല്ലോ. എന്നാ നിന്റെ തെറ്റാന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ വിഷമിച്ച് നിൽക്കുന്നേ? അത് ഒന്നുമില്ല അപ്പ. ഒന്നുമില്ലാന്ന് കള്ളം പറയണ്ട, എന്തോ ഉണ്ട്. എന്നാ എന്നോട് പറയാൻ മനസ്സില്ല, അത്രയല്ലേ? എന്താണേലും മനസ്സിൽ നിന്ന് അത് മായ്ച്ചു കള. എന്നിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നാളെ എഴുന്നേക്കുമ്പോ എല്ലാം ശരിയാവും. ഓക്കെ? ശരി. പിന്നെ നിന്റെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട് നിന്നോട്. അവള് വരും. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അത്. നീ എതിര് പറയാൻ നിൽക്കരുത്. എന്നാ ഞാൻ പോയി കിടക്കട്ടെ. ശരി അപ്പ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്കറിയുന്നില്ല എന്ത് ചെയ്യണമെന്ന്. പ്രൊഫസറിന് ദേഷ്യം വരുന്നുണ്ടോന്നല്ലേ ഞാൻ നോക്കാൻ നിന്നത്. ശരിക്കും സാറിന് ദേഷ്യം വന്നിട്ടുണ്ട്. പക്ഷെ ദേഷ്യം കൂടിയിട്ട് തല്ലിപ്പോയി. അതും എന്റെ തെറ്റായിരുന്നല്ലോ. ഞാൻ വെറുതെ അപ്പോ സാർ ശരിക്കും എന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ കരുതണ്ടെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. എന്നാ ആ സമയം ശരിക്കും ഞാൻ സാർ എന്നെ സമാധാനിപ്പിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ അത് പേടിച്ചെന്നറിയോ. എന്നിട്ട് സാർ എന്താ ചെയ്ത്, തല്ലിയിട്ട് പോയതല്ലേ. എന്നുവെച്ചാ സാറിനൊരു സ്റ്റുഡന്റിനോടുള്ള അടുപ്പം മാത്രമല്ലേ എന്നോടുണ്ടായ. ആ കെയറിങ് മാത്രം എന്നോട് കാണിച്ചത്. അല്ലാതെ ഞാൻ കരുതും പോലെ സാറിന് എന്നെ ഇഷ്ടമൊന്നും അല്ല. ആരു മോനെ, നീ ഉറങ്ങിയോ? ഇല്ല അമ്മ. എന്താ? ഒന്നുമില്ല, ഞാൻ മോനോട് ചെറിയൊരു കാര്യം പറയാൻ വന്നതാ. അമ്മ, പപ്പ പറഞ്ഞു എന്തോ പറയാനുണ്ടെന്ന്. എന്താ? അത് പിന്നെ മോനറിയാലോ, എന്റെ ഫ്രണ്ട് അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടില്ലേ, അവൾ എന്നോട് അവളുടെ വീട്ടിലോട്ടൊന്ന് പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് നാളെ അവിടം വരെ പോയാലോ? മോന് ഓക്കെ ആണെങ്കിൽ മതി. അമ്മ പറഞ്ഞിട്ട് എനിക്കറിയാം അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആതെന്ന്. അമ്മയ്ക്ക് അത്രമേലും പോണെന്നുണ്ടെങ്കിൽ ഞാൻ വരാം. അല്ല, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ മതി. നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. എനിക്കൊരു കുഴപ്പമില്ല. അമ്മയുടെ സന്തോഷം അതാണെങ്കിൽ ഞാൻ വരാം. ശരി, എന്നാ നീ നന്നായി ഉറങ്ങട്ടോ. അമ്മ വന്ന് വിളിക്കാം. ശരി അമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എന്ത് വേഗം രാവിലെ ആവുന്നേ. എത്ര ഉറങ്ങിയാലും മതിയായിരുന്നില്ലല്ലോ. പക്ഷെ സാറിന്റെ കൂടെ കിടക്കുമ്പോ കിട്ടിയ സുഖം കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നില്ല സാറിനെ പിരിഞ്ഞിട്ട് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റുമെന്ന്. അമ്മ എന്താ ഉണ്ടാക്കുന്നേ? ഇന്ന് അമ്മയുടെ വക സ്പെഷ്യലാ മോന് ഇഷ്ടമുള്ളത്.
അത് ശരി, എനിക്കിഷ്ടമുള്ളതോ? എന്താ അമ്മേ, എന്തേലും നേടാനുണ്ടോ? ഓ പിന്നെ, എനിക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാക്കണമെന്നില്ല. അതങ്ങ് പറഞ്ഞാ പോരെ, നീ സാധിച്ചു തരില്ലേ? ഓഹോ, വഴി മാറ്റി പിടിക്കുവാണല്ലേ? ആയിക്കോട്ടെ, എന്താണാവോ കാര്യം? അത് ഞാൻ പറയാം, പക്ഷെ ഇപ്പൊ തന്നെ പറഞ്ഞ അത് ശരിയാവത്തില്ല. ഏതായാലും നിന്റെ അഭിപ്രായം കൂടി അമ്മ മാനിക്കും ഈ കാര്യത്തിൽ. എന്താ അമ്മ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താന്ന് പറ. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും. നീ ഇപ്പോ ഇറങ്ങാൻ റെഡിയാവും. പോടാ ഇവിടെ നിക്കാണ്ട്, വേഗം പോയി റെഡിയാവും. ഇപ്പൊ എന്റെ പപ്പ വന്നിട്ടേ ഫുഡ് ഫുഡ് എന്ന് പറയും, അപ്പോഴേക്കും കൊടുക്കണ്ടേ? പോ പോ പോ. അവനോട് പറഞ്ഞോടി എങ്ങോട്ടാ പോകുന്നേന്ന്. ഇല്ല, അവൻ സർപ്രൈസ് ആവും. അവനന്ന് എത്ര പെട്ടെന്ന് അവരോട് കൂട്ടായെന്നറിയോ? പിന്നെ അവൻ എന്നെ വേണ്ടായിരുന്നു, അത്രയ്ക്കും കൂട്ടായിരുന്നു. അത് അവളുടെ സ്വഭാവം കാരണം. അവൾ എല്ലാവരോടും സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നേ. അവന് അത്ര പെട്ടെന്ന് ഇഷ്ടമാണെങ്കിൽ അവളുടെ സ്വഭാവം തന്നെ. അതെ, അവളുടെ നല്ല സ്വഭാവം. കാരണം എന്താ, അവളുടെ ഫ്രണ്ട് ഞാനാ. അതാ ഞാനും ആലോചിക്കുന്നത്. നീ അവളുടെ ഫ്രണ്ടായിട്ട് എങ്ങനെയാ അവക്ക് മാത്രം അത്ര നല്ല സ്വഭാവം? ദേ മനുഷ്യ, നല്ലൊരു കാര്യത്തിന് പോകാനുള്ളതുകൊണ്ടാ ഞാൻ ഒന്നും ചെയ്യാണ്ട് വിടുന്നത്. ഇല്ലെങ്കിൽ കിട്ടല്ലോ. അല്ല, നമ്മളിവിടെ പറഞ്ഞോണ്ടിരുന്നത് നല്ല സ്വഭാവത്തെ പറ്റിയാ. നീ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നേ? ദേ മനുഷ്യ, മിണ്ടാണ്ട് കഴിച്ചോ, ഇല്ലെങ്കിൽ എന്റെ നല്ല സ്വഭാവം നിങ്ങൾ കാണും. എന്റെ ഭഗവാന്, വെറുതെ ഞാൻ ഉറങ്ങിക്കിടന്ന് സിംഹത്തെ വിളിച്ചുണർത്തി. ഇവിടെ എസ്കേപ്പ് അല്ലെങ്കിൽ കഴിക്കുന്നതാ ബുദ്ധി. രണ്ടുപേരും വീണ്ടും തുടങ്ങിയ വഴക്ക്. എന്ത് ചെയ്യാനാ മോനെ, നിന്റെ അമ്മയുണ്ടല്ലോ. അല്ല, അവളുടെ നല്ല സ്വഭാവത്തെ കുറിച്ച് ഞങ്ങൾ പറയുമായിരുന്നു. ദേ മനുഷ്യ, മിണ്ടാണ്ട് നിന്നോ. അച്ഛന് വേണമായിരുന്നു. കഴിക്കാൻ നോക്ക്. അമ്മയും വാ അമ്മേ, കഴിക്കാം. അച്ഛൻ ഞാൻ വണ്ടി എടുക്കാം. ശരി, കുറെയായി എന്റെ മോൻ ഓടിക്കുന്ന വണ്ടിയിൽ പോയിട്ട്. ദേ ഏട്ടാ, അവര് വന്നെന്ന് തോന്നുന്നു. ആ കഥകൊന്ന് തുറക്കാവോ? ശരി ശരി, ഞാൻ നോക്കിക്കോളാം. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. വാ വാ, അകത്തേക്ക്. ഇത് മോനാണല്ലേ? എന്നെ മനസ്സിലായോടാ? എന്നെ അവൻ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? എവിടെന്ന്? അവൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. അവളെ മാത്രമല്ലേ കണ്ടത്? അതെ, അന്ന് അവള് മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടൻ ഇല്ലായിരുന്നല്ലോ. ശരിയാ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ വന്നില്ലായിരുന്നു. അതെ അതെ. മോനെ, ഞാനുണ്ടല്ലോ നിന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡാ. ഓ അങ്കിൾ, നൈസ് ടു മീറ്റ് യു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എല്ലാവർക്കും സുഖം. പിന്നെ വിശേഷങ്ങളൊന്നുമില്ല. ഇവൻ ഇന്നലെ വന്നതേ ഉള്ളൂ വീട്ടിലേക്ക്. ഇന്നത്തെ അവനെയും വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവളെവിടെ? അവള് രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട് വരുന്നതിന് സന്തോഷേ. ഓഹോ, എന്നാ ഞാനും പോയിട്ട് നോക്കിട്ട് വരാം. പോന്നൊക്കെ കൊള്ളാം. ഫ്രണ്ട്സ് തമ്മിൽ അവിടെ സംസാരിച്ചിട്ട് ഞങ്ങളെ അങ്ങ് മറന്നു കളയല്ലേ? അതൊന്നുമില്ല. ശരി ശരി. പിന്നെ അളിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തു പറയാനാ, ബിസിനസ് ഇങ്ങനെ പോകുന്നുണ്ട്. മോനെ, ഈ വയസ്സന്മാരുടെ ഇടയിൽ കയറിയാലേ ഇങ്ങനെയായിരിക്കും അവസ്ഥ. ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കും. മോന് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചുറ്റൊക്കെ കാണാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സംസാരിക്കും. എന്റെ മോനുണ്ടായിരുന്നേ, മോന് കൂട്ടായനെ. അവനിപ്പോ ഫോൺ കോൾ വന്നിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും അർജന്റ് ആയിരിക്കും, വരുമായിരിക്കും.
അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടൊക്കെ മെല്ലെ കണ്ടിട്ട് വരാം. ആ ശരി, ദേ അങ്ങോട്ട് പോയ ഗാർഡൻ ഏരിയ പൂളും ഉണ്ട്. മോൻ എവിടേക്കോ പോയിട്ട് നോക്കിട്ടോ. ആ ശരി അങ്കിൾ. മോൻ എന്നെ അങ്കിളെന്ന് വിളിക്കണ്ട, എന്നെ അച്ഛാന്ന് തന്നെ വിളിച്ചോ. ആ ശരി അച്ഛാ. പിള്ളേർക്ക് എത്ര പെട്ടെന്നല്ലേ വളരുന്നത്. അത് ശരിയാ, ഇവൻ എത്ര പെട്ടെന്ന് വളർന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടി മോനെവിടെ? അവനെ കണ്ടില്ലല്ലോ. ആ മോനും അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നു. അവൻ ഇങ്ങോട്ട് കൂട്ടാറുന്നില്ലേ? അവൻ എന്റെ മോനല്ലേ. ഓ എന്നിട്ട് വേണം എന്നെ മറക്കാൻ. അത് വേണ്ട, അവൻ അവിടെ ഇരുന്നോളും. ആഹാ, സ്വന്തം മോനോട് തന്നെ ജലസാണോടി? പിന്നെ അല്ലാണ്ട് നിനക്ക് അവനെ കണ്ട എന്നെ വേണ്ടല്ലോ. എടി അതിന് ഒരു പ്രാവശ്യമല്ലേ ഞാൻ അവനെ കണ്ടുള്ളൂ. ആ അത് തന്നെ ധാരാളം. അന്ന് തന്നെ രണ്ടുപേരും എന്നെ മറന്നിട്ട് സംസാരിക്കുന്നത് കണ്ടില്ലായിരുന്നോ? അത് പിന്നെ അവനും ഞാനും നല്ല കമ്പനി ആയോണ്ടല്ലേ. അതെ അതെ, അവൻ ഇതുവരെ അറിയില്ല ആരുടെ വീട്ടിലേക്കാ വന്നേന്ന്. അത് ശരി, നീ അപ്പൊ പറഞ്ഞില്ല അവനോട്? ഇല്ല, ഫ്രണ്ടെന്നേ പറഞ്ഞുള്ളൂ, ആരാന്നൊന്നും പറഞ്ഞില്ല. അത് ശരി, എന്നാ അവനോട് പോയി പറയണല്ലോ. അതെ അതെ, നീയാണെന്ന് അറിഞ്ഞ് അവൻ ഉറപ്പായും സർപ്രൈസ് ആവും. ശരിയാ. ഇവിടെ കാണാൻ എന്ത് ഭംഗിയാ. എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നേ. ആരോ നന്നായി കെയർ ചെയ്യുന്നുണ്ട് ഈ ഗാർഡൻ. ഇവിടെ ഇരുന്ന ആർക്കായാലും ഒരു സമാധാനം കിട്ടും. എന്തോ ഇവിടെ വന്നപ്പോ തന്നെ എന്റെ മനസ്സിന് എന്തോ ആശ്വാസം, വല്ലാത്ത കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. സാറിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സാറും ആ മോൻ വന്നോ? കണ്ടോ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? ആ ഒത്തിരി. ആ പൂളിന്റെ സൈഡുള്ള ഗാർഡൻ എന്ത് രസാ കാണാൻ. ആ അതെന്റെ ഭാര്യ, അവക്ക് അത് ഭയങ്കര ഇഷ്ടം. ഓരോ ദിവസം ഓരോ പുതിയ ചെടികളെ കൊണ്ടുവന്ന് നടുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല അതിന്റെ പേരെന്താന്ന്. ആ ദേ പറഞ്ഞു നാക്ക് വായിലിട്ടില്ല. ദേ അവര് വരുന്നുണ്ട്. മോൻ ഇവിടെ ഇരിക്കും. ആന്റി, നിങ്ങളാർന്നോ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ നന്നായി സർപ്രൈസ് ആവുന്നു. അമ്മ പറഞ്ഞില്ല കേട്ടോ. പറഞ്ഞില്ലേ? വാ ഇവിടെ ഇരി. ഇതൊക്കെ മോന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. എല്ലാം കഴിക്കണേ. ആന്റി, എന്നാല് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ആന്റിയുടെ വീട്ടിലേക്കാന്ന്. നിന്നോട് എന്നേ ഞാൻ പറഞ്ഞില്ലേ എന്നെ ആന്റി എന്ന് വിളിക്കല്ലാന്ന്? ഓ സോറി മാ, ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയിട്ടോ. എനിക്ക് തോന്നി. നീ ആകെ ക്ഷീണിച്ചല്ലോ. ഇല്ല. അതെ അതെ, ദേ നോക്ക്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവനെ കിട്ടിയ എന്നെ വേണ്ടാന്ന്. അതാണ് എന്റെ മോൻ. ദേ മനുഷ്യ, നിങ്ങളെ മിണ്ടാണ്ടിക്ക്. I'm sorry. It's okay. എന്റെ പൊന്നേ, എന്റെ ഹാർട്ട് എന്താ ഇത്രയും ഇടിക്കുന്നേ? ആരാത്? എന്നാലും അത് ആരായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? ഓ, ഇവിടെയുള്ള ആരോ ആണ്. ആരോടെങ്കിലും ചോദിച്ചാൽ മനസ്സിലാവും. ആരോടാ ഇപ്പൊ ചോദിക്കാം? അല്ല, അയാളിപ്പോ ഇങ്ങോട്ടാ പോയത്? ഓ കോപ്പ്, ആദ്യം കണ്ട് ഇഷ്ടം അയാൾ തന്നെ. ഇനിയിപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാനോ? അങ്ങനെ എവിടെയും പോയി കാണില്ലല്ലോ. ഇവിടെ തന്നെ കാണില്ലേ? എവിടെയും നോക്കാം, കിട്ടിയാലായില്ലേ. എന്റെ പൊന്നെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. എന്നാലും അമ്മ എവിടെ? ഞാൻ പറഞ്ഞില്ല നിന്നോട്, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇപ്പൊ വരും എന്നെ അന്വേഷിച്ചിട്ട്, നോക്കിക്കോ. അതെന്താടി നിനക്ക് അത്രയും ഉറപ്പ് അവൻ വരുന്ന്? അതങ്ങനെയാ, അവനെ ഞാനില്ലാണ്ട് നിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ട് വരും. ആ അങ്ങനെയാണല്ലേ. എന്നിട്ടാണോ നീ അവനെ അങ്ങ് ദൂരെയുള്ള കോളേജിൽ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തേ? അത് പിന്നെ അവനും കംഫർട്ട് ആവാൻ വേണ്ടിട്ടാ. ദേ പെണ്ണെ, നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതല്ലേ. ഓ ആയിക്കോട്ടെ, ശരി ശരി, സമ്മതിച്ചു, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഏതായാലും ഇത് ലാസ്റ്റ് ഇയറാ. അവനിപ്പം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. അതുകൊണ്ട് മാത്രം നിന്നോട് ക്ഷമിക്കുന്നുണ്ട്. എനിക്ക് അവനെ കാണുന്നുണ്ടല്ലോ.
ഞാൻ പറഞ്ഞില്ലേ അവൻ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമെന്ന്. അമ്മ, നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. ദേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവൻ വരുമെന്ന്. ദേ വന്നു. ഇവനാ എന്റെ മോൻ. ആരും ഇത് ആരാന്ന് മനസ്സിലായോ? അമ്മയുടെ ഫ്രണ്ട്. ഞാനൊന്നും പറയാറില്ലേ, അവളെ ഇവള്. ഓ ആന്റി, ആന്റിക്ക് സുഖല്ലേ? പരമസുഖം. ഇപ്പൊ നിന്നെ കണ്ടപ്പോ ഡബിൾ ഹാപ്പി ആയി. ഇവള് പറയാറുണ്ടെന്നല്ലാതെ മോനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ. മോനെ കാണാൻ എന്ത് ഭംഗിയാ. ചക്കരക്കുടം. എന്താ മോന്റെ പേര്? ആരുന്നാണോ? ആര്? ആ ഏതായാലും ആരും എനിക്ക് ഇഷ്ടപ്പെട്ടു. മോനിപ്പോ ഫൈനൽ അല്ലേ? ആ ക്ലാസ് ഒക്കെ കഴിയാറായല്ലോ. ഇനിയിപ്പോ ഫ്രീ ആവുമല്ലോ. എന്നാലേ അമ്മയുടെ കൂടെ എന്നെയും ഒന്ന് കാണണേ. ഓക്കെ ആന്റി. പിന്നെ മോര് കോളേജിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കോളേജ് ലൈഫ് ഒക്കെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഓ ആണല്ലേ? എന്നാലേ മോൻ എന്നെ ആന്റി എന്നൊന്നും വിളിക്കല്ലേ, അമ്മ എന്ന് തന്നെ വിളിച്ചോ. എനിക്ക് അങ്ങനെ കേൾക്കാനാ ഇഷ്ടം. എനിക്കുണ്ട് ഒരു മോൻ. ആകാശമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രം അവൻ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലാണ്ട് എന്നെ കാണാൻ അവൻ വരത്തില്ല. ഏതായാലും മോനെ കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് അവനെ വേണമെന്നില്ലാന്ന് തോന്നുന്നു. അമ്മ നല്ല തമാശയാണല്ലോ. ആ എന്റെ ജീവിതം തന്നെ ഇങ്ങനെയാ. മോൻ വാ ഇരിക്കും, നമുക്കേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാലോ. ദേ പെണ്ണേ, നിനക്ക് അവനെ കിട്ടിയപ്പോ എന്നെ വേണ്ടേ? അതെന്താടി എപ്പോഴും നിന്നോടല്ലേ സംസാരിക്കുന്നേ, ഇന്ന് ഇവനോട് സംസാരിക്കാന്ന് കരുതി. അതെ അതെ, ശരി ആയിക്കോട്ടെ. പിന്നെ മോനെ ഫ്രണ്ട്സ് ആരൊക്കെയാ? അത് പിന്നെ ആന്റി, സോറി അമ്മ. ദേ നോക്ക്, ഇവനോട് സംസാരിച്ചിട്ട് സമയം പോലും ശ്രദ്ധിച്ചില്ല. മോനാണെങ്കിൽ വിളിക്കുന്ന പോലുമില്ല, എന്താ പറ്റിയെന്ന് പോലും അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് അവന് ഞങ്ങളെ വേണ്ടാന്ന്. ഞാൻ തന്നെ വിളിച്ചിട്ട് പോവാന്ന് പറയണത്രേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, അവൻ എവിടെയാണെന്ന് തപ്പിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. അതേതായാലും നന്നായി, നിന്നെ സഹിക്കണ്ടല്ലോ. അങ്ങനൊന്നും പറയല്ലേ. അവനെ കാണാണ്ട് എനിക്ക് തന്നെയാ നല്ല വിഷമം. എപ്പോഴും എന്റെ കൂടെ ഒന്നുമില്ല. അവൻ എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് പുറത്ത് തന്നെ ഉണ്ടാവും. ഇന്നാ ഒന്ന് വന്നത്, അതും എനിക്ക് കാണാൻ കിട്ടിയില്ല. ഇനിയിപ്പൊ എവിടെ ഉണ്ടോ ആവോ. എന്നാ മോനെ ആരും ഞാൻ പോട്ടെടാ, കൊറേ നേരമായില്ലേ. എന്നാ നിങ്ങൾ ഇറങ്ങുമല്ലേ? ഇനി ഒരിക്കൽ കാണാം. മോൻ എന്തായാലും എന്നെ കാണാൻ വരണേ അമ്മയുടെ കൂടെ. ഉറപ്പായും വന്ന് കാണാം അമ്മേ. അമ്മ ഇപ്പൊ പോയിട്ടോ. എന്നാ ബൈഡിയ, ഞാൻ പോയിട്ട് വരാവേ. ഇനി ഒരിക്കൽ കാണാം. എന്തായാലും വരണം. തീർച്ചയായും. അന്ന് വരണമെന്ന് പറഞ്ഞിട്ട് പോയതാ, എന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത്. എന്താ ചെയ്യാ. പിന്നെ അവന് ലീവ് കിട്ടണമല്ലോ. അല്ല, അന്നോ നിന്റെ മോനെ കാണാൻ പറ്റിയില്ല, ഇന്നെങ്കിലും കാണോ? അവനുണ്ടോ ഇവിടെ? അവനുണ്ടായിരുന്നു. എവിടെ പോയി ചേട്ടാ? അവനെവിടെ? ഓ എന്ത് പറയാനാ, അവനെ വിളിച്ചോണ്ട് വന്നതല്ലേ. ഇപ്പൊ കോള് വന്നിട്ട് പുറത്തു പോയിട്ടുണ്ട്. അവന്റെ ഫ്രണ്ടിനോട് സംസാരിക്കാം. ഫ്രണ്ടോ? എന്താന്നറിയില്ല, ആകാശിനെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുക. കോളേജിൽ എന്തോ കാര്യം അറിയാൻ വേണ്ടിട്ട്. എനിക്കറിയത്തില്ല. ഓ അവനിപ്പോ വരും. അമ്മ, അമ്മയുടെ മോൻ എന്താ ചെയ്യുന്നേ? ഓ മോനോട് പറഞ്ഞില്ലേ? അവനൊരു പ്രൊഫസറാ. എവിടെയാ? എന്താ ആരും ഇത് എല്ലാം അറിയണമെന്നുണ്ടോ? അവനല്ലേ അറിയേണ്ടത്. നീ ഒന്നും അവനോട് പറഞ്ഞില്ലേ? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല. അവനോട് പറയാന്ന് പറഞ്ഞതാ. നിങ്ങളൊക്കെ ഉള്ളോണ്ട് നിങ്ങൾ എന്നെ പറ. ഞങ്ങളോ? അത് പിന്നെ മോനെ ആരോ. എന്താ ആന്റി, അമ്മ എന്നെ നേരത്തെ ഉണ്ട് സസ്പെൻസ് ഇട്ട് കളിക്കുന്നു. എന്താ കാര്യം എന്നൊന്ന് പറയാമോ ആരേലും? അത് പിന്നെ മോനെ, അമ്മയുടെ ഒരു ചെറിയ ആഗ്രഹ. എന്റെയും മോൻ, ഞങ്ങളുടെ മോനെ കല്യാണം കഴിക്കാൻ മോന് സമ്മതമാണെങ്കിൽ മതി, അല്ലാണ്ട് നിർബന്ധിക്കുന്നില്ല. ഇവക്കും മോന്റെ പപ്പയ്ക്കും ഒരു കുഴപ്പമില്ല, അവർക്ക് താല്പര്യമുണ്ട്. മോനാണ്, മോന്റെ സമ്മതം ഇല്ലാണ്ട് അമ്മയ്ക്ക് ഒന്നും വേണ്ട. എന്റെ മോനോട് സംസാരിച്ചിട്ട് മതി, ഇഷ്ടമായ മാത്രം. അമ്മ ഇതായിരുന്നു സസ്പെൻസ് വെച്ചത്? അവളുടെ മോനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ മോനെ പൊന്നുപോലെ നോക്കും. മോൻ ഇഷ്ടമാണെങ്കിൽ മതി.
മോൻ സമ്മതിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. പക്ഷെ അമ്മ ഇറ്റ്സ് ഓക്കെ. ആകാശേട്ടൻ അവന്റെ അഡ്രസ് ഒന്ന് കിട്ടിയാ മതി. പ്രൊഫസർ ആരു, നീ ഇവിടെ? നിങ്ങളെ നേരത്തെ അറിയോ? അമ്മ എന്താ അമ്മ ഇവിടെ? അമ്മ പ്രൊഫസർ അമ്മയുടെ മോനാണോ? അതെ, അവൻ തന്നെയാ. അത് ശരി, ഇവര് നേരത്തെ അറിയുന്ന സ്ഥിതിക്ക് കാര്യം എളുപ്പമായല്ലോ. ആരും മോൻ എന്ത് പറയുന്നു? അമ്മ പ്രൊഫസർ എന്റെ പ്രൊഫസറാ. അതിനെന്താടാ, നീ ഇപ്പൊ കോളേജ് കഴിയാറായില്ലേ? അത് കഴിഞ്ഞാ നിങ്ങൾ പ്രൊഫസർ സ്റ്റുഡന്റ് ഒന്നും അല്ല. അതല്ല, പ്രൊഫസറിന് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ? മോനെ, അവന് വേറെ ആരെയും ഇഷ്ടമില്ല. അതല്ല അമ്മ, പ്രൊഫസറിന് ഒരാളെ ഇഷ്ടമുണ്ട്. അതെങ്ങനെ മോനറിയാം? എനിക്കറിയാം, എന്നോട് പ്രൊഫസർ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. എടാ വേദ, ഈ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? നിനക്കൊന്നും പറയാനില്ലേ? അച്ഛാ, അത് പിന്നെ എടാ ചെറുക്ക, എന്താടാ ഇത്? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ. അമ്മ പ്രൊഫസർ എന്ത് പറഞ്ഞു? അത് പിന്നെ മോനെ, അന്ന് അവിടെ എൻഗേജ്മെന്റ് ഫംഗ്ഷന് മോനെ, അന്ന് നിന്നെ ഞങ്ങളുടെ കൂടെ ഇവൻ കണ്ടായിരുന്നു. ഇവനന്ന് നിന്നെ ഒരുപാട് ഇഷ്ടമായെന്നും പറഞ്ഞു. അതാ ഞാൻ നിന്റെ അമ്മയോട് ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചതും കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ചോദിക്കാൻ പറഞ്ഞതും. നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി, അമ്മയ്ക്ക് അത് മാത്രമേ വേണ്ടൂ. വേദ, നീ എന്നോട് പറഞ്ഞത് എന്താ? ഇവനെ നിനക്ക് ഇഷ്ടമെന്നല്ലേ? എന്നിട്ട് എന്താടാ ഇപ്പൊ പറയുന്നത്? ഇവൻ പറയുന്നു നിനക്ക് വേറെ ആരെയും ഇഷ്ടമെന്ന്. ആരാടാ അവൻ? അതെ, ഈ അച്ഛനോട് പോലും പറയാണ്ട് ആരാവൻ? അത് അച്ഛ, അമ്മേ, എനിക്ക് ഇവനെ തന്നെയാ ഇഷ്ടം. ഞാൻ ഇവനോട് അത് പറഞ്ഞില്ല. ബിക്കോസ് ഞാൻ പറയാൻ ശ്രമിക്കും തോറും ഇവൻ എന്നിൽ നിന്ന് അകന്നു പോയതാ. അത് ശരി, ഞാൻ അകന്നു പോയെന്നോ? അപ്പൊ എന്നെ തല്ലിയതോ? ആരെ തല്ലിയത്? ഞാനാണോ? എടാ, അത് നീ അപ്പൊ അങ്ങനെ ചെയ്തോണ്ടാ. അപ്പൊ ദേഷ്യത്തിന് അറിയാണ്ട് തല്ലിപ്പോയതാ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോ എന്നെ തല്ലണോ? എടാ, ആ സമയത്ത് എന്റെ കൺട്രോൾ പോയി, അതുകൊണ്ടാ. ഐ എം റിയലി സോറി ആരോ. പ്ലീസ് എന്നോട് ക്ഷമിക്കുക. എന്നെ തല്ലിയതും പോലെ ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു. ആരോ പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്ക്. നീ അല്ലാണ്ട് വേറെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. പ്ലീസ് ഡാ. ഞാൻ ക്ഷമിച്ചോന്ന് കരുതണ്ട, പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റുള്ളോണ്ട്. ഇവരെന്തിനെ കുറിച്ച് സംസാരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. എടി, ഇന്നലെ അവൻ വന്നിട്ട് മുഖം വീർപ്പിച്ച് നിന്നില്ലേ? ആരോ തല്ലിന്നോ പ്രൊഫസറെ തല്ലിന്നോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഏത് പ്രൊഫസറാന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി. അവന്റെ മനസ്സിലെ പ്രൊഫസറിനോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് കാണുമ്പോ തന്നെ മനസ്സിലായി. അവർക്കിടയിൽ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ട്. അത് അവര് തന്നെ സോൾവ് ചെയ്യട്ടെ. എനിക്ക് എന്തായാലും തോന്നുന്നത് ഇവര് തമ്മിൽ നല്ല ഇഷ്ടത്തില്ല. അതുകൊണ്ട് നിന്റെ അഭിപ്രായത്തോട് അവൻ എന്തായാലും എതിർത്ത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തോ, എൻഗേജ്മെന്റ് നടത്താം. പിന്നെ അവരുടെ വഴിക്ക് അവര് പറഞ്ഞു തീർക്കുമെന്ന് തോന്നുന്നു. നമ്മൾ അതിൽ ഇടപെടുന്നതും വേണ്ട, അവര് തന്നെ ചെയ്യട്ടെ. അത് അളിയൻ പറഞ്ഞത് ശരിയാ. ഞാൻ എന്തായാലും അവരുടെ ഇടയ്ക്ക് പോകുന്നില്ലേ. എന്നാലും ഇതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവൻ പിന്നെ ഒന്നും എന്നോട് പറയാത്തോണ്ട്
ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ആകെ എന്നോട് ആവശ്യപ്പെട്ടത് ഈ ചെറുക്കൻ എനിക്ക് കെട്ടിച്ചേരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതോ ഞാൻ ഇവിടം വരെ എത്തിച്ചു. എങ്ങനെയെങ്കിലും അവര് സോൾവ് ചെയ്യട്ടെ. ദേ പിള്ളേരെ, ഇപ്പൊ തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് സമ്മതമാണോ അല്ലയോ? ഇപ്പൊ തന്നെ പറയണം. അച്ഛാ, അമ്മേ, ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവനെ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഇവന് സമ്മതമാണെങ്കിൽ അല്ലെങ്കിലും. ഓ പ്രൊഫസർ, അങ്ങനെ പറയുന്ന എവിടേക്കാ? എന്റെ സമ്മതം ഇല്ലാണ്ട് എന്നെ കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഡാ ചേർക്ക, നിനക്ക് എന്നെ ഇഷ്ടമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും വെറുതെ ഷോ ഇറങ്ങാൻ നിൽക്കണ്ട. കേട്ടുന്നുണ്ടെങ്കിൽ എന്നെ കെട്ടിക്കോ. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുക്കന്മാരെ എന്നെ കുത്തിക്കൊണ്ട് പോവും. ഓ പിന്നെ അത് കാണാം നമുക്ക്. അന്ന് വീരവാദം നടത്തിയതല്ലേ, എന്തായാലും സ്വന്തമാക്കും. എന്നാ സ്വന്തമാക്കാൻ നോക്കാം. ദേ, എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നേ? എന്ത് ചെയ്യുന്നു? എന്റെ പൊന്നെ, ഇവനെന്തായി കാണിക്കുന്നേ? നമ്മളുള്ള ബോധം പോലും ഇല്ലേ? ദേ, ഞാൻ പറഞ്ഞതിന് ഒരു മാറ്റമില്ല. നാളെ തന്നെ ഇവരുടെ എൻഗേജ്മെന്റ്. എന്നിട്ട് ഇവന്റെ കോളേജ് കഴിയുന്നതിന് മുമ്പ് വേണേ കെട്ട് നടത്തിക്കോ. എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കിതൊന്നും കാണാൻ വയ്യ. അവര് നമ്മുടെ ആഗ്രഹം സാധിച്ചു തരാൻ പോവാ. എന്താന്നറിയില്ലടി, കണ്ണുന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. ആരോ സോറി, ഞാൻ തല്ലിയത് തെറ്റായി പോയി, ക്ഷമിക്ക എന്നോട്. നോ എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നേലും അങ്ങനെയൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ. നോ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. സർ ചെയ്തത് തെറ്റാ. ഓക്കെ ശരി, ഞാൻ ചെയ്തത് തെറ്റാ. നിനക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് തരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു അക്സെപ്റ്റ്. പ്രൊഫസർ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ നല്ലോണം പേടിച്ചായിരുന്നു. പ്രൊഫസർ എന്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുമെന്ന് വിചാരിച്ചു. എന്നാ പ്രൊഫസർ തല്ലിട്ട് പോയപ്പോ എനിക്ക് നല്ല വിഷമായി. സോറി ആരും. എനിക്ക് ദേഷ്യം വന്ന കൺട്രോൾ കിട്ടാറില്ല. ഞാൻ എന്തെങ്കിലും വേറെ ചെയ്തു പോകുമെന്ന് വിചാരിച്ചിട്ടാ അവിടുന്ന് പോയത്. എനിക്ക് ആ സമയത്ത് ശരിക്കും നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് സമാധാനിപ്പിക്കാൻ തോന്നിയായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. I'm really sorry. അപ്പൊ ശരിക്കും സാർ എന്നെ തന്നെ അല്ലേ ഇഷ്ടപ്പെട്ടത്? എന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? ഞാൻ എത്ര തവണയാ നിന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് നിനക്കറിയോ? ഒന്നും അറിയാത്ത പൊട്ടനെ പോലെയാ നീ നിന്നത്. ഞാൻ നിന്നോട് പറയാണ്ട് പറഞ്ഞിട്ടുണ്ട് നിന്നെയാ എനിക്കിഷ്ടമെന്ന്. നീ കൺഫസ് ചെയ്തപ്പോ എനിക്ക് തിരിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ പറയാൻ വന്നതാ. അപ്പൊ നിനക്ക് ഫോൺ കോൾ വന്നിട്ട് നീ വലിയ ആളാക്കാൻ നോക്കി. കോളേജിലെത്തിയപ്പോ ആ സംഭവം നടന്നപ്പോ എന്റെ കൺട്രോൾ മൊത്തം പോയി. പിന്നെ നിന്റെ പിറകെ തന്നെ ഓടി. എന്നാലോ അച്ഛൻ വന്നിട്ട് എന്നെ അതേ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. എന്നാ ഒട്ടും പ്രതീക്ഷിക്കാണ്ട ഇതൊക്കെ ഇവിടെ നടന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞെന്നുള്ളത് സത്യം തന്നെയാ. എനിക്ക് നിന്നോട് എല്ലാം പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടമായിരുന്നുടാ. എങ്ങനെ കണ്ടു, എപ്പോ കണ്ടു എല്ലാം ഞാൻ നിന്നോട് പറയാം. സാറിന് എന്നെ മുമ്പേ അറിയാമായിരുന്നു അല്ലേ? ഞാൻ കാണുന്നതിന് മുമ്പേ. സർ, ഐ ലവ് യു. I love you too.